ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. ഏകലവ്യ സ്കൂൾസിലേക്ക് ടീച്ചിങ് നോൺ ടീച്ചിങ് പ്രിൻസിപ്പൽ പോസ്റ്റുകളിലേക്ക് 7000ഓളം വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഈ ഏകലവ്യ സ്കൂൾസ് എന്ന് പറയുന്നത് 6 മുതൽ 8 വരെയുള്ള സ്റ്റുഡൻസിന് SC കാറ്റഗറിയിലുള്ള 6 മുതൽ 8 വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂൾസ് ആണ്. ആൻഡ് ഇവിടെ ഹോസ്റ്റൽസും അതുപോലെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. അവിടേക്കൊക്കെ സ്റ്റാഫ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ സ്കൂൾസ് കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ 3 ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്കൂൾസ് വരുന്നത്: ഇടുക്കി, വയനാട് ആൻഡ് പാലക്കാട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് 23/10 വരെയാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/10 മുന്നേ നിങ്ങളിത് അപ്ലൈ ചെയ്തിരിക്കണം. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ ഫീമെയിൽ, SC/ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവില്ല. പക്ഷെ പ്രോസസ്സിംഗ് ഫീ എല്ലാവർക്കും ഉണ്ടാവും. പ്രോസസ്സിംഗ് ഫീ ഒരു 500 റുപ്പീസ് എല്ലാ കാൻഡിഡേറ്റ്സിനും മസ്റ്റായിട്ട് പേ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ ഇതിൻ്റെ കൂടെ തന്നെ ഈ SC/ST, ഫീമെയിൽ അല്ലെങ്കിൽ PWD ഇതല്ലാത്ത സ്റ്റുഡൻസിന് ഈ പ്രോസസ്സിംഗ് ഫീയുടെ കൂടെ പ്രിൻസിപ്പൽ പോസ്റ്റുകളിലേക്ക് 2000 രൂപ ആപ്ലിക്കേഷൻ ഫീ, ആൻഡ് PGT അല്ലെങ്കിൽ TGT പോസ്റ്റുകളിലേക്കാണെങ്കിൽ 1500 രൂപയും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ 1000 രൂപയും എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ടോട്ടൽ അവർക്ക് 2500, 2000, 1500 എന്നുള്ള രീതിയിലായിരിക്കും ഫീ വരിക. ആൻഡ് ഫീമെയിൽസിനും SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 500 രൂപ മതി ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 3 ഫീസായിട്ട് തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ആൻഡ് ദെൻ ഇവിടെ വാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ വാക്കൻസീസ് ടോട്ടൽ 225, PGT 1460, TGT 3962, അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ വാക്കൻസി ഉണ്ട് 550, ഹോസ്റ്റൽ വാർഡൻ 635, അക്കൗണ്ടൻറ്റ് 61, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 228, അതുപോലെ തന്നെ ലാബ് അറ്റൻഡ് ആയിട്ട് 746. അങ്ങനെ ടോട്ടൽ 7267 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഓരോ വാക്കൻസീസ് നമ്മുടെ PGT വാക്കൻസീസ് ഏതൊക്കെ സബ്ജക്റ്റിൽ എത്ര വാക്കൻസീസ് ഉണ്ടെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ 112, ഹിന്ദി 81, മാത്സ് 134, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് 154, അങ്ങനെ ടോട്ടൽ 1460 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ TGT ആണെങ്കിൽ ഏകദേശം 2550 വാക്കൻസീസ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസിലേക്കൊക്കെയാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഇവിടെ 2 വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വാക്കൻസീസ് മലയാളത്തിന് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ മിസലേനിയസ് കാറ്റഗറിക്കകത്ത് മ്യൂസിക്, ആർട്ട്, PET മെയിൽ ആൻഡ് ഫീമെയിൽ വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഏകദേശം 173ഉം 299 വാക്കൻസീസും വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ലൈബ്രറിയൻ പോസ്റ്റുകളിലേക്കും വാക്കൻസീസ് വന്നിട്ടുണ്ട്. 124 വാക്കൻസീസ് വന്നിട്ടുണ്ട്. ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് ഹോസ്റ്റൽ വാർഡൻ മെയിലും ഫീമെയിലും വന്നിട്ടുണ്ട് 346ഉം 289. ആൻഡ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് 550, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ 61, JSA ആണെങ്കിൽ 228, ലാബ് അറ്റൻഡൻറ്റിന് 146. അങ്ങനെ ടോട്ടൽ നോൺ ടീച്ചിങ് 1620 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഓക്കെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/10 അത് തന്നെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഇയറും. ആൻഡ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് 23/10 മുന്നേ നിങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നതായിരിക്കും. ആൻഡ് ലെവൽ പേ വരുന്നത് പ്രിൻസിപ്പൽ ആണെങ്കിൽ ലെവൽ 12 ആണ്. ഏകദേശം 78,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് പേയ്മെൻറ്റ് വരുന്നത്. ആൻഡ് PGT ആണെങ്കിൽ ലെവൽ 8 ആണ്, 47,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ. TGT ആണെങ്കിൽ 44,000 മുതൽ അതും ഏകദേശം 1.5 ലക്ഷം രൂപ വരെ തന്നെ വരുന്നുണ്ട്. ആൻഡ് ലൈബ്രറിയനും സെയിം ലെവൽ 7 ആണ് വരുന്നത്. അതുപോലെ ആർട്ട്, മ്യൂസിക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ലെവൽ 6 ആണ്, 35,000 മുതൽ 1.12 ലക്ഷം വരെ വരുന്നുണ്ട്. ആൻഡ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ 29,000 മുതൽ 92, ഏകദേശം 1 ലക്ഷം വരെ അതും വരുന്നുണ്ട്. അങ്ങനെ ലാബ് അറ്റൻഡൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 56 വരെ അതും വരുന്നുണ്ട്. ലെവൽ 1 ആണ് വരുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ആൻഡ് മോഡ് ഓഫ് എക്സാമിനേഷൻ 2 ടയറായിരിക്കും ഉണ്ടാവുക, ടയർ 1ഉം ടയർ 2ഉം. ടയർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും, പെൻ പേപ്പർ ബേസ്ഡ് ആയിരിക്കും, ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കില്ല. ആൻഡ് ടയർ 2 എന്ന് പറയുന്നത് OMR ബേസ്ഡ് തന്നെയാണ്, പെൻ പേപ്പർ മോഡ് തന്നെയാണ്. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്കാണെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഓരോ എക്സാമിനേഷനിൽ ഏതൊക്കെ സബ്ജക്റ്റ് എത്ര മാർക്കിനാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീസണിങ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ്, അതുപോലെ അക്കാഡമിക് ആൻഡ് റെസിഡൻഷ്യൽ എക്സെപ്ഷൻ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ NESTS എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അതിനകത്തുനിന്ന് 30 ക്വസ്റ്റ്യൻസ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്. ഇത് പ്രിൻസിപ്പൽ ടയർ 1ന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന് വേണ്ടി ഓരോ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടും എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. ആൻഡ് ടയർ 2ലാണെങ്കിൽ 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും 50 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടയർ 1ൻ്റെ മാർക്ക് അതിലേക്ക് എടുക്കില്ല, ടയർ 2 മാത്രം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ടയർ 1 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ മാത്രമാണ്, ടയർ 2ൻ്റെ മാർക്കായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാ പോസ്റ്റിലും ഈ റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് ഒക്കെ എല്ലാ പോസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്. ചില പോസ്റ്റുകളിൽ മാത്രമാണ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ മാറി മാറി വരുന്നത്. നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീം നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്ക് കറക്റ്റ് ആൻസറിനും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 1/3 മാർക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിന് മാർക്സ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല, പോസിറ്റീവ് ഉണ്ടാവില്ല. ആൻഡ് സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. NESTS.tribal.government.in എന്ന് പറഞ്ഞ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ ഏജ് ലിമിറ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ക്വാളിഫിക്കേഷൻസ് ആണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ, പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ 50 വയസ്സ് നിങ്ങൾ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. SC ST OBCക്കാർക്ക് ഏജ് റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ EMRS എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ 55 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി, അല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം. അതല്ലെങ്കിൽ 3 ഇയർ ഇൻ്റഗ്രേറ്റഡ് BEd MAT ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ 4 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻക്ലൂഡിംഗ് BEd കമ്പോണൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉണ്ടാവണം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ലെവൽ 12ൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ് വൈസ് പ്രിൻസിപ്പൽ ജോബ്, ഏകദേശം ലെവൽ 10ൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 8ൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസേബിൾ പ്രശ്നമല്ല, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ദെൻ PGT എന്ന് പറയുന്നത് 40 വയസ്സുള്ളവർ വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ ഡിഗ്രി 50% മാർക്ക് ഇവിടെ മസ്റ്റാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് 3 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് BEd. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് BEd ഡിഗ്രി അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് BEd MAt, അതല്ലാന്നുണ്ടെങ്കിൽ 4 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ഡിഗ്രി, ഇതിലേതെങ്കിലും ഉണ്ടായിരിക്കണം വിത്ത് 50% മാർക്ക്. നിങ്ങൾക്ക് BEd കമ്പോണൻറ്റ് ഓരോ പോസ്റ്റിനും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് മാസ്റ്റേഴ്സ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ആൻഡ് പി ജി ടി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 40 ഇയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ എസെൻഷ്യൽ എന്ന് പറയുന്നത് MSc കമ്പ്യൂട്ടർ സയൻസ്, MCA, അതുപോലെ MA അല്ലെങ്കിൽ MTech ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT ഉള്ള MTechകാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അതിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് TGT ആണെങ്കിൽ 35 വയസ്സാണ് വന്നിരിക്കുന്നത്. 35 വയസ്സാണ് നിങ്ങൾക്ക് മാക്സിമം വരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് EMRS എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 55 വയസ്സ് വരെ വരും. ആൻഡ് ഏജ് റിലാക്സേഷൻസ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് TGTയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചലർ ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത് TGT കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT വിത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 50% മാർക്ക് എല്ലായിടത്തും മസ്റ്റാണ്. അതുപോലെ തന്നെ BE ഓർ ബിടെക് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് BTech ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ചാൻസസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് B.Ed ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും ഈ പോസ്റ്റിലേക്ക് കയറാനും പറ്റുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ B.Ed എടുത്ത് നിങ്ങൾക്ക് പ്രൊമോഷൻ ചാൻസസ് ഉണ്ടായിരിക്കും. ദെൻ ആർട്ട് ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഡ്രോയിങ്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, ഗ്രാഫിക് ആർട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അവിടെയും ഏജ് വരുന്നത് 35 ഇയേഴ്സ് ആണ്. മ്യൂസിക് ടീച്ചർ ആണെങ്കിലും 35 ഇയേഴ്സ് ആണ്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ് ഇതിൽ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BP.Ed കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇവിടെയും 35 ഇയേഴ്സ് തന്നെയാണ് വരുന്നത്. ദെൻ ലൈബ്രറിയൻ പോസ്റ്റുകളിലേക്ക് 35 വയസ്സാണ് വരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അതും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും 50% മാർക്ക് മസ്റ്റാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയുന്നില്ല, എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ഒരു മാറ്റർ അല്ല. ദെൻ ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത് അപ് ടു 35 ഇയേഴ്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് BSc നഴ്സിംഗ് അതുപോലെ തന്നെ റെഗുലർ കോഴ്സ് ഇൻ BSc നഴ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. 2.5 years ഓഫ് എക്സ്പീരിയൻസും മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ദെൻ ഹോസ്റ്റൽ വാർഡൻ ആണെങ്കിൽ 35 ഇയേഴ്സ് ആണ് വരുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 years ഇൻ്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അക്കൗണ്ടൻ്റ് ആണ് വരുന്നത്. അക്കൗണ്ടൻറ്റിന് മാക്സിമം ഏജ് വരുന്നത് 30 ഇയേഴ്സ് ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി BCom ഉള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എലിജിബിൾ അല്ല. ബാച്ചിലേഴ്സ് ഇൻ ഡിഗ്രി ഇൻ കൊമേഴ്സ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്, അത് ഓക്കെയാണ്. ദെൻ JSA വരുമ്പോഴും 30 ഇയേഴ്സ് തന്നെയാണ് മാക്സിമം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് മിനിമം സ്പീഡ് ഓഫ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിൽ 35 വേർഡ്സും അതുപോലെ തന്നെ ഹിന്ദിയിൽ 30 വേർഡ്സും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ എക്സ്പീരിയൻസ് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ടായിരിക്കും. ദെൻ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ലാബ് അറ്റൻഡൻ്റ് എന്ന് പറയുന്നത് അപ് ടു 30 ഇയേഴ്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കണം വിത്ത് എ സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 സയൻസ് സ്ട്രീം എടുത്തവരാണെങ്കിൽ +2 സയൻസ് സ്ട്രീം എടുത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. +2 സയൻസ് എടുത്തിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് എല്ലാ എക്സാംസിനും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. SC ST ആണെങ്കിൽ 5 years, NCL അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനാണെങ്കിൽ
ത്രീ ഇയേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂസ് സർവീസ് 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സും അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിലും നിങ്ങൾക്ക് PWD ആണെങ്കിൽ 15, 13, 10 വർഷം വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനിത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/10 ആണ്. ആ 23/10 നിങ്ങളുടെ ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അത് നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇതിൻ്റെ ഏതെങ്കിലും പാർട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നോ മറ്റും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും വരും. അപ്പോഴത്തേക്കും ബൈ.